ഈ KS മുസ്ലിയാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഉമർ മൗലവി കത്തയച്ചിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹ് കൊടുത്ത ശിക്ഷ അറിയോ? ഉമർ മൗലവിന്റെ മകനങ്ങ് കാഫിറായി. സ്വന്തം മോക്കായിട്ട് മൗലിയെ കണ്ടില്ലേ? ആ മൗലി എന്നെ മൗലിന്റെ മോലിക്ക് ഞാൻ പേരുന്ന മനസ്സിലാക്കിയോ? ജാറത്തെ പറഞ്ഞിട്ട് ഔലിയാക്കൾ പറഞ്ഞിട്ട് ഏലിനെ പറഞ്ഞിട്ട് അമ്മിയാക്കൾ പറഞ്ഞിട്ട് കേട്ടോ. വദ്ദിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സുവാഴിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, യഹൂസിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നസറിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുറെ കമ്പനികൾ ഉണ്ടായിരുന്നു. വദ് അള്ളയാണെന്ന് വിശ്വസിച്ചിട്ടല്ല, യഹൂസ് അള്ളയാണെന്ന് വിശ്വസിച്ചിട്ടല്ല, വദ് ഖാലിഖാണെന്ന് വിശ്വസിച്ചിട്ടില്ല, വദ്ദിന് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, വദ് സമദാണെന്ന് വിശ്വസിച്ചിട്ടില്ല. അള്ള കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ വദ്ദിനോട് ആരാധന നടത്തിയ കക്ഷികളും കമ്പനികളെയും നൂഹ് നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവരാണ്, അവർ കാഫിറാണ് എന്ന് നൂഹ് നബി പ്രഖ്യാപിച്ചില്ലേ? പേരോട് വന്നിട്ട് പറയണം നൂഹ് നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ നൂഹ് നബി അന്ന് ആ ജീവിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ കാഫിറാക്കിയിട്ടല്ലേ ഈ മകനും കാഫിറായി കത്തുപോയത് എന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ ഇതിൽ ഇത്ര കടുംപിടുത്തം പിടിക്കാൻ കാരണം? ഒരാളുടെ മകൻ പിഴച്ചുപോയതിന് അയാളെന്താ ഉത്തരവാദി? ആർക്കൊക്കെയാണ് മക്കളുള്ളത്? മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇല്ലേ ഈ സദസ്സിൽ? നമ്മുടെ മക്കളൊക്കെ ഏത് ഭാഗത്തേക്കാ പോവുക, ഏത് രൂപത്തിലാണാവുക നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതല്ലാതെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വിഗ്രഹാരാധനക്കെതിരെ പോരാടിയ, ശിർക്കിനെതിരെ പോരാടിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് തേടുമ്പോ ഫദ്രുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹ് എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആ ശിർക്കിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ, അകറ്റണേ അല്ലാഹ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അറിയാം ആരൊക്കെയാണ് തന്റെ സന്താന പരമ്പരകളിൽ നിന്ന് പിഴച്ചു പോകുന്നത് എന്നറിയില്ലല്ലോ, നന്നാവുന്നത് എന്നറിയില്ലല്ലോ. അതുപോലെ തന്നെ പടച്ച റബ്ബേ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി, റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹ് നീ എന്നെ ആക്കണേ നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. വമിൻ ദുരിയതി, എന്റെ സന്താന പരമ്പരകളിലും അങ്ങനെ നിസ്കാരം നിലനിർത്തുന്ന നല്ലവരെ ഉണ്ടാക്കണം അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയല്ലേ? ആർക്കാണ് അറിയുക പിൽക്കാല പരമ്പരയിൽ ആരൊക്കെയാണ് നന്നാകുന്നത്, ആരൊക്കെയാണ് ചീത്തയാകുന്നത്? നമുക്കറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ മക്കൾക്ക് ഉപദേശം കൊടുക്കണം, അവരെ മതപരമായി വളർത്തിക്കൊണ്ടുവരണം, അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കണം. പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിക്കാതെ വിട്ടാൽ നമ്മൾ കുറ്റക്കാരായി മാറും. അതേ അവസരത്തിൽ പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടും പിഴച്ചുപോയി എങ്കിൽ നമ്മൾ തെറ്റുകാരല്ല കേട്ടോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കാഫിറായി ചത്തുപോയില്ലേ? നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ ആദർശത്തിലേക്ക് ഒരുപാട് കാലം നൂഹ് നബി അലൈഹിസ്സലാം ക്ഷണിച്ചില്ലേ? മകനെ ക്ഷണിച്ചില്ലേ? കന്നാൻ എന്ന് പേരുള്ള മകനാണെന്ന് ചരിത്രം പറയുന്നു. മോനെ, കുഫറിൽ അകപ്പെട്ട് നിൽക്കരുത്, ഇതാ ഞങ്ങൾ രക്ഷപ്പെടുകയാണ്. യാ ബുനയ്യർകം മഅനാ, ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറിക്കോ മോനേന്ന് പിതൃ സഹജമായ സ്നേഹത്തോടെ വികാരത്തോടുകൂടി നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചില്ലേ? ആ മകൻ ധിക്കാരത്തോടുകൂടി അങ്ങനെ തന്നെ മുങ്ങിച്ചാകാനല്ലേ വിധി ഉണ്ടായത്? അതിന് നൂഹ് നബി എന്ത് പഴച്ചു? അതിന് നൂഹ് നബി ആക്ഷേപിക്കാനാകുമോ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ
ഭാര്യാപ്പുറത്തായിരുന്നില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യാപ്പുറത്തായിരുന്നില്ലേ? നരകക്കാരായിരുന്നില്ലേ? നരകത്തിൽ കടക്കുന്നവരുടെ കൂടെ നിങ്ങളും കടന്നോ എന്ന് നൂഹ് നബിയുടെ ഭാര്യയോട് പറയില്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയോട് പറയില്ലേ? അതിന് ലൂത്ത് നബി കുറ്റക്കാരനാണോ? നൂഹ് നബി അലൈഹിസ്സലാം കുറ്റക്കാരനാണോ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവ് അസർ നരകത്തിലല്ലേ? മകനായ ഇബ്രാഹിം നബി ഉത്തരവാദിയാണോ? ജീവിതകാലത്തെമ്പാടും ഉപദേശിച്ചിട്ടും അത് കേൾക്കാതെ കഫറായി പോയ ആളല്ലേ? അതിന് ഇബ്രാഹിം നബി ഉത്തരവാദിയാണോ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവനും തന്റെ കൂടെ കൊണ്ട് നടന്ന അബൂ താലിബ് എത്ര ഉപദേശമാണ് അബൂ താലിബിന് കൊടുത്തു നോക്കിയത്? അവസാനം കഫറായിട്ടല്ലേ മരിച്ചു പോയത്? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ പിതൃവ്യായെന്ന് സ്നേഹത്തോടെ പറഞ്ഞിട്ടും അബൂ താലിബ് മുസ്ലിമാകാൻ കൂട്ടാക്കാതെ കഫറായി പോയില്ലേ? മുത്ത് മുസ്തഫക്കതിന് കുറ്റമുണ്ടോ? മുത്ത് മുസ്തഫ പറയാഞ്ഞിട്ടാണോ? പുന്നാര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതിന്റെ പേരിൽ വിമർശിക്കാൻ കഴിയുമോ? സ്വന്തം കൂടെ നടക്കാറുള്ള അബൂ താലിബ് എന്ന് പറയുന്ന പിതൃവ്യനെ പോലും നന്നാക്കാൻ കഴിയാത്ത നേതാവാണോ മുഹമ്മദ് എന്ന് ശത്രുക്കൾ ചോദിച്ചാൽ സ്വന്തം മകനെ നന്നാക്കാൻ കഴിയാത്തയാളാണോ മറ്റുള്ളവരെ കാഫിറാക്കിയുന്നത് എന്ന് നൂഹിന്റെ കുറിച്ച് ചോദിച്ചാൽ സ്വന്തം ബാപ്പനെ നന്നാക്കാൻ കഴിയാത്ത ഇബ്രാഹിം നബിയാണോ മറ്റുള്ളവരെ നന്നാക്കുന്നതെന്ന് അവർ ചോദിച്ചാൽ സ്വന്തം ഭാര്യമാരെ നന്നാക്കാൻ കഴിയാത്ത നൂഹ് നബിയും ലൂത്ത് നബിയുമാണോ മറ്റുള്ളവരുടെ ഭാര്യമാരെ നന്നാക്കാൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ പേരോട് മുസ്ലിയാരേ നിങ്ങൾക്കെന്ത് മറുപടി പറയാനുണ്ട്? അതേ മറുപടി അത് തന്നെയാണ് ബഷീർ മാസ്റ്റർ എന്ന് പറയുന്ന ഉമർ മൗലവിയുടെ ഒരു മകൻ അങ്ങനെ പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കുന്നില്ല. ആര് പഴച്ചതിലും സന്തോഷമില്ല. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അല്ലാഹ് ബഷീർ മാസ്റ്റർ മാത്രമല്ല ആരൊക്കെ കുഫറിലുണ്ടോ, ആരൊക്കെ വഴിവേടിലുണ്ടോ, ആരൊക്കെ തെറ്റായ പാതയിലുണ്ടോ സർവർക്കും നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. സന്മാർഗത്തിന്റെ കരയിലേക്ക് ശാശ്വത തീരത്തേക്ക് അടുപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളാരും കാഫിറായതിൽ സന്തോഷിക്കുന്നവരല്ല. നിങ്ങൾക്ക് എന്തൊരു സന്തോഷമാണല്ലേ ബഷീർ മാസ്റ്റർ അങ്ങനെ നിലനിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്തൊരു സന്തോഷമാണല്ലേ? കാരണം നിങ്ങൾക്ക് ആ പേരിൽ ഉമർ മൗലവിയെ ഒന്ന് പറയണമല്ലേ? ഇയാൾ മോശമായ പണിയെടുത്തിട്ട് മോൻ പടക്കായി പോയതാ. ഇത് രണ്ടും രണ്ടാ. ഇനി അതും പറഞ്ഞ് നടക്കണ്ട. പിന്നെ എല്ലാത്തിനും മറുപടി ഉണ്ടാവുമല്ലോ. ഇയാൾ മോശമായ പണിയെടുത്തിട്ട് മോൻ പടക്കായി പോയതാ. ഇത് രണ്ടും രണ്ടാ. ഇനി അതും പറഞ്ഞ് നടക്കണ്ട. പിന്നെ എല്ലാത്തിനും മറുപടി ഉണ്ടാവുമല്ലോ. ഇയാൾ മോശമായ പണിയെടുത്തിട്ട് മോൻ പടക്കായി പോയതാ. ഇത് രണ്ടും രണ്ടാ. ഇനി അതും പറഞ്ഞ് നടക്കണ്ട. പിന്നെ എല്ലാത്തിനും മറുപടി ഉണ്ടാവുമല്ലോ.